ആൾക്കാരെല്ലാം തൊഴുകഴിയോടെ ഒരു തൊഴുത് കാണിക്കാൻ ഇത് വെച്ചതിന് കാര്യം തന്നെ പറഞ്ഞു തുടങ്ങി. നല്ല തണലുണ്ട്. സാധനം വാങ്ങാനായിട്ട് നമ്മൾ 4-5 കടകളിൽ പോയി റേറ്റുകൾ അന്വേഷിച്ചു. അപ്പോൾ അതിലൊരു കടക്കാരൻ പറഞ്ഞു ഈ ആവശ്യമാണെന്ന് പറഞ്ഞു ഒരു പൈസയും വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. ട്രാഫിക്കിൽ സിഗ്നലും കാത്ത് കിടക്കുമ്പോൾ ചുട്ടു പൊള്ളുകയല്ലേ നമ്മൾ. ഇരുചക്ര വാഹന യാത്രക്കാരുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. ഈ കൊടും വെയിലൊക്കെ കൊള്ളുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഒരു വഴിയുണ്ട്. തിരുവനന്തപുരം ഇഞ്ചക്കലിലേക്ക് വന്നാൽ ആ വഴി കാണാം. ഒരു വണ്ടിയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അനുഭവിക്കുകയും ചെയ്യും. ഇതാണത്. പച്ച നെറ്റും അത് കെട്ടാൻ കുറച്ച് കയറും നല്ല മനസ്സുള്ള കുറേ മനുഷ്യരുമുണ്ടെങ്കിൽ ഇതുപോലെ എവിടെയും തണലൊരുക്കാം. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും സംഗതി പവർഫുള്ളാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. അത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാരണം ഈ പൊള്ളുന്ന ചൂടിൽ ഒരു വലിയൊരു അനുഗ്രഹമാണിത്. നല്ല ഉപകാരമുള്ള സാധനമാണ് ഇത്. രാവിലെ വന്നപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. എല്ലാ സ്ഥലത്തും ഇതുപോലെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലതാ, സൂപ്പർ. ഇതുപോലെ പല സ്ഥലങ്ങളിലും നല്ല മനസ്സിൻ്റെ ഉടമകൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നമ്മുടെ നാട് തന്നെ വിജയിക്കും. ഇതിന് പിന്നിൽ ആരാണെന്നറിയണ്ടേ? ഇവരാണവർ. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഇഞ്ചക്കൽ ബൈപ്പാസ് യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം? നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ കാട്ടിനെ അറിയാമല്ലോ. അപ്പോൾ ഈ ട്രാഫിക് സിഗ്നൽ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് 1.5 മിനിറ്റാണ് ആളുകൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ആ ടൈമിൽ ഈ ഒരു ചൂടടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മളെല്ലാം ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് കൂടി മനസ്സിലാക്കിയ സമയത്താണ് നമ്മളൊരു പോണ്ടിച്ചേരിയിലൊരു വീഡിയോ കാണുന്നതും നമ്മൾ ഉടൻ തന്നെ ഇത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. ഇനി അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ചാക്ക ഭാഗത്ത് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. ഈ സൈഡിലുള്ള കടക്കാർക്കും കൂടെ അതിൻ്റെ ഉപകാരം കിട്ടിയല്ലേ? ഉപകാരമുണ്ട് അവർക്ക്. അവർ കടക്കാരി തന്നെ പറഞ്ഞു തുടങ്ങി നല്ല തണലുണ്ട്, ആ കുട്ടികൾക്ക് നല്ല തണലുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിലെ കുട്ടികളൊക്കെ പറഞ്ഞു നല്ല തണലാണ്. അല്ലെങ്കിൽ ഈ ടാറിൻ്റെ ചൂടും അവർക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് വെയിലിൻ്റെ ചൂടും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് പറയുന്ന ഈ ഷെയ്ഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. വള്ളക്കടവിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കും കഴക്കൂട്ടം ഭാഗത്തേക്കും കോവളത്തേക്കും പോകാൻ 1.5 മിനിറ്റാണ് ഈ സിഗ്നലിൽ നിൽക്കേണ്ടത്. ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന ആളെന്ന നിലയിൽ ഈ തണൽ തരുന്ന സൗകര്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഗുണമാണ്. ഈ മാതൃക കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വിവിധ കൂട്ടായ്മകളുമൊക്കെ ഏറ്റെടുത്താൽ വളരെയധികം നന്നായി.